ലക്ഷത്തിന് കൊടുത്തു. പിന്നെ ഞാൻ ഒരു 1.5 കൊടുത്തു. ഇപ്പം എനിക്കൊരു വലിയ വർക്ക് കിട്ടിയത് ടോട്ടൽ ഒമാനി റിയാൽ ഒരു 15 ലക്ഷത്തോളം വരും. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് 37 പേരായി. 35 പേര് വെച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ്. പിന്നെ വീണ്ടും 2 പേരെയും കൂടെ കിട്ടി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിവിന്ദ് എന്നാണ്. 4-5 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. താങ്ക് യു സാറേ. ഫസ്റ്റ് ആണ് ഞാൻ അലൈൻമെന്റ് മാസ്റ്ററിൽ എടുക്കുന്നത്. ഞാൻ അതിന്റെ പേയ്മെന്റ് അടച്ചില്ല. എന്താന്ന് വെച്ചാൽ ഇന്ന് അടയ്ക്കാൻ നോക്കിയപ്പോ എനിക്ക് പറ്റിയില്ല. നാളെ ഞാൻ ഇടുന്നതായിരിക്കും 100%. പിന്നെ സെക്കൻഡ് തിങ്സ്, സാറിന് എത്ര തന്നെ എനിക്ക് എന്താ പറയാൻ പറഞ്ഞാ, സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ എന്താ പറയാ, ഞാൻ അങ്ങനെ ഒരു ഹൈറ്റ്സിലൊന്നും പോയ ആളല്ല. മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും സാറിന്റെ ആ ക്ലാസ്സിൽ വന്നപ്പോൾ സീരിയസ്ലി ഞാൻ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. മീൻസ് സാറൊന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ സ്റ്റക്കാക്കി വെക്കും ഓരോന്ന് സാറ് പറയുന്നത്. സ്റ്റോണിന്റെ കാര്യം കണ്ട, ഞാൻ ഇന്ന് കുറേ സ്റ്റോൺസുകൾ വരുത്തിയത് ചൈനയുടെ അല്ല, ഇറ്റലിയുടെ ആണ്. ഇവിടെ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ഏതാണ്ട് ഒരു 350 റിയാലിന്റെ സാധനമായിരുന്നു വാങ്ങിയത്. മീൻസ് ടുഡേ മോർണിംഗിലാണ് എനിക്ക് കിട്ടിയത് അത്. ശരിക്കും സാറേ, ഞാൻ ഒരെണ്ണത്തിന് 10 റിയാൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓരോരുത്തരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. 7 ചക്രയുടേതുമല്ല, ഞാൻ എല്ലാരോടും പറയുന്നതാണിത്. നമ്മുടെ ഓരോ ആൾക്കാരും ശരിക്കും സാറിന്റെ വേർഡുകള് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി തന്ന കുറെ കാര്യങ്ങൾ എനിക്ക്. ഞാൻ ഓർത്തു സാർ എന്താ പറയാ, ഇത് തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ബിക്കോസ് ഞാൻ ആ പിക്ചർ സെയിൽ ചെയ്തത് പോലെ തന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് ഈ സ്റ്റോണും കൂടെ ഒന്ന് ചെയ്താൽ എന്താന്ന്. എന്റെ കൂടെ കുറെ ആൾക്കാർ യോഗ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ശരിക്കും സാറ് പറഞ്ഞ വേർഡുകൾ ഞാൻ അവർക്ക് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഞാൻ പഠിപ്പിക്കും, ഞാൻ ഇങ്ങനെ ഇന്നടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ സാറിന്റെ നമ്പർ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. മേ ബി ദേ ഓൾസോ എന്താ പറയാ ജോയിൻ ചെയ്യൂ ഈ ക്ലാസ്സിൽ. എനിക്കത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് സാറേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സ്റ്റോൺ എന്റെ അടുത്ത് വെക്കുമെന്നും ഈ വ്യക്തിയെ എനിക്ക് പരിചയപ്പെടുമെന്നും എനിക്ക് മനസ്സിലായില്ല. മിസ്റ്റർ വില്യംസ് എന്ന് പറഞ്ഞ ഒരാളെ സാർ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് ആ സ്റ്റോൺ വേണം. എനിക്ക് ആ ഒരു എന്താ പറയാ 5, 6, 7 എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇങ്ങനെ പോയി ഒരു 7 ഡേയ്സിൽ കണ്ടിന്യൂ ഞാൻ സാറോട് പറഞ്ഞില്ലെങ്കിലും ഈ സ്റ്റോണിന് വേണ്ടി കരഞ്ഞപേക്ഷിച്ചു ഞാൻ. ഇത് നമ്മളുടെ ഹെൽത്ത്, വെൽത്ത്, ഈ പറഞ്ഞതുപോലെ എന്താ പറയാ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ സ്ട്രിക്റ്റ്ലി കുറെ കാര്യങ്ങള്. പിന്നെ ഇങ്ങനെ ഒരു വൈറ്റ് പേള്, ഇതൊക്കെ ഞാൻ സാറിനോട് പറയണ്ടല്ലോ. ഈ ഒരു വയലറ്റ് സാധനം, ഇത് എന്റെ ആർട്ടിനെ കൂടുതൽ എനിക്ക് ഇതാക്കി തരുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഗ്രീൻ സ്റ്റോൺ, ഇത് മാനിഫെസ്റ്റ് ചെയ്ത് നേടിയതാണ് ഞാൻ. ഇതൊക്കെ സാറിന്റെ മാനിഫെസ്റ്റ്, സാറ് പറഞ്ഞു തന്ന അന്നത്തെ വേർഡ്സുകൾ വെച്ചിട്ട് സക്സസ് ആയിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാറേ. ഞാൻ എന്താ പറയേണ്ടതെന്നറിയാം. ബട്ട് ഞാൻ ആ ഒരു സ്റ്റേജില് ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോഴാണ് സാറിനെ പാർട്ണർ കൺസൾട്ടേഷന് വരുന്നത്. സാർ ഒരു വേർഡ് എന്നോട് പറഞ്ഞു. അന്നേരം സാറ് പറഞ്ഞോളൂ. സാർ പറഞ്ഞോ മറന്നോന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാമെന്ന് എന്നോട് പറഞ്ഞപ്പോഴേ. അജിത മേഡം വരുന്ന സമയത്ത് മൊത്തം ഡൗൺ ആയിരുന്നു. അപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നുള്ളത്. അദ്ദേഹം പേഴ്സണൽ കൺസൾട്ടേഷൻ ചെയ്തു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അലൈൻമെന്റ് മാസ്റ്ററിലെ മെമ്പറാണ്. വളരെ അത്ഭുതമുള്ള ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അജിത മേഡം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏകദേശം 3 or 6 ലക്ഷത്തിൻ്റെ, എത്ര ലക്ഷത്തിൻ്റെ ആയിരുന്നു ഈ ചിത്രം സെയിൽ ചെയ്തത്? സൗണ്ട് പോകുന്നുണ്ട് സാറേ. ഓക്കെ, ചിത്രം എത്ര ലക്ഷം രൂപക്കായിരുന്നു സെയിൽ ചെയ്തത്? എന്താ സാറേ? ചിത്രം ഞാനൊരു 2 വർഷത്തോളം ഞാൻ വരയ്ക്കാതെ ഇരുന്നിട്ടാണ് സാറ് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ ചിത്രം എടുത്ത് വരയ്ക്കാൻ തുടങ്ങിയത്. പക്ഷെ വരച്ച് നേരത്തെ വെച്ചിരുന്നാണ് ഞാൻ സെയിൽ ചെയ്തത്. കുറെ നാളിന് മുമ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റോറിൽ കൊണ്ടിട്ടിരുന്നു. അതല്ല, എനിക്ക് ശരിക്കും കരച്ചിൽ തോന്നി സാർ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ. ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ ഞാൻ എത്ര മഹാപാപമാ ചെയ്തത്, എത്ര വരച്ചു വെച്ചു. സാർ പറഞ്ഞപ്പോഴാണ് അതിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ പെയിന്റും കുറെ ക്യാൻവാസും കുറെ എന്റെ ടൈമും ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ. അത് വരച്ചു വെച്ചത് ഒരു 4 വർഷത്തിന് മുമ്പുള്ള ചിത്രങ്ങളാണ് ഇതെല്ലാം. അതിനുശേഷം ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്തു. ബട്ട് അതിന്റെ ഫുൾ എല്ലാ സപ്പോർട്ടും സാർ എനിക്ക് തന്നു.
അതിന്റെ എല്ലാ എന്താ പറയാ ശരിക്കുമുള്ള അതിന്റെ എല്ലാ നന്മകളും സാറിലൂടെ എനിക്ക് കിട്ടിയത്. ഓക്കെ, ഐ ഏകദേശം മീറ്റ് യു. എത്ര ലക്ഷം രൂപക്കാണ് അത് സെയിൽ ചെയ്തത്? ടോട്ടല് ഞാൻ ആദ്യം അദ്ദേഹത്തിന് വന്ന ഒരു 4 ലക്ഷത്തിന് കൊടുത്തു. പിന്നെ ഞാൻ ഒരു 1.5 കൊടുത്തു. ഇപ്പം എനിക്കൊരു വലിയ വർക്ക് കിട്ടിയത് ടോട്ടൽ ഒമാനി റിയാൽ ഒരു 15 ലക്ഷത്തോളം വരും. ഓക്കെ. ഇപ്പൊ എനിക്കൊരു വർക്ക് ഒരു വീട്ടിലേക്ക് കിട്ടിയത്. പക്ഷെ ഇത് നാടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. മീൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ അത് ചെറിയ എമൗണ്ട്, ഇവിടെ ആകുമ്പോഴേ അതിന് കുറച്ചും കൂടെ വാല്യൂ കൂടുന്നുണ്ട്, ആ റേറ്റ് കൂടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 600 റിയാലിന് നാട്ടിൽ 1,00,000 സംതിങ്ങിനൊക്കെ ആൾക്കാരെ എയർപോർട്ടിലൊക്കെ ഞാൻ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ച ചിത്രങ്ങൾ. പക്ഷെ അതൊക്കെ ഫ്യൂ ആൾക്കാരെ വാങ്ങുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ കുറച്ച് ആൾക്കാർ ഇതിനുമായിട്ട് അഡിക്റ്റ് ആയി പോകുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ അവരെയൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി. ഓക്കെ, ബട്ട് ഐ ആം ഹാപ്പി. ഓക്കെ. താങ്ക് യു. എത്ര സോ തന്നെ നന്ദി പറഞ്ഞാലും ബട്ട് യൂണിവേഴ്സൽ എനിക്ക് സാറിനെ കൊണ്ട് എത്തിച്ചു തന്നതിൽ നന്ദി. താങ്ക് യു. നമസ്കാരം. അതെ, ഞാൻ സാറിന്റെ അലൈൻമെന്റ് മാസ്റ്റർ ക്ലാസ് ഒക്കെ കൂടിയിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ. വളരെ നല്ലതായിരുന്നു. ഇപ്പോഴും ഞാൻ സാറിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്. പക്ഷെ ഇച്ചിരി തിരക്കാണ്. എന്താ പറയുക, ഓരോ ഓട്ടം ഉണ്ട്. ഇതുമായിട്ട് ശരിക്കും പറഞ്ഞ എല്ലാവരും ഒക്കെ വിദേശയാത്ര പോകുമ്പോഴൊന്നും ഞാനാണ് ഇതുവരെയും പോയിട്ടില്ല. പക്ഷെ നമ്മൾ തന്നെ ഒരു ടൂർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാറിനോട് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതില് ശരിക്കും ഞങ്ങള് 32 ആദ്യമൊന്നും നമുക്ക് ആളെ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് നമ്മളെ വിഷമിച്ചു. അപ്പൊ ഞാനാണ് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആളെ കിട്ടി, നമ്മൾ 35 പേരുമായിട്ട് മനോഹരമായിട്ട് ആ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നു എന്ന് നന്ദി പറ, അങ്ങനെ പറ കുഞ്ചായ, അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്തിനാ അങ്ങനെ പറയുന്നത്, നമ്മൾ പോയില്ലല്ലോ. ഞാൻ അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചോദിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നെന്നാ ബൈബിള് പറയുന്നത്. നിങ്ങൾ ആദ്യമേ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്നാ ബൈബിള് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. നമ്മൾ 35 പേരുമായിട്ട് യാത്ര പോയി തിരിച്ചു വന്നു, അതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചേ. ശരിക്കും നമുക്ക് ആദ്യമൊന്നും ആളെ കിട്ടാനായിട്ട് ഇങ്ങനെ കിട്ടിയ ആളൊന്നും ആയില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് 37 പേരായി. 35 പേര് വെച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ്. പിന്നെ വീണ്ടും 2 പേരെയും കൂടെ കിട്ടി. അങ്ങനെ ആ ടൂർ പ്രോഗ്രാം ഞങ്ങൾ അടുത്ത സൺഡേ പോകും. പിന്നെ നമ്മുടെ ഓർണമെന്റ്സിന്റെ ബിസിനസ് വളരെ നന്നായിട്ട് ഓർണമെന്റ്സിന്റെ ബിസിനസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് സെയിൽ നല്ലതായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ ഇന്നലെ സാറിന്റെ ക്ലാസ് കയറി, പക്ഷെ വീഡിയോ ഒന്നും ഓണാക്കിയില്ലായിരുന്നു. ഓക്കെ, ഓക്കെ. അത് ഇന്നലെ പെട്ടെന്ന് ചെറിയ കുറെ കൺസൾട്ടേഷൻ കാര്യങ്ങൾ കഴിഞ്ഞേരം ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അതെ, പെട്ടെന്ന്. ഓക്കെ. ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ നമ്മുടെ അലൈൻമെന്റ് മാസ്റ്റർ ഫസ്റ്റ് ഇനീഷ്യൽ ബാച്ചിൽ ഒരു ഇൻട്രോ ബാച്ച് എന്ന രീതിയിൽ നമ്മളൊരു ടെസ്റ്റ്, ഏത് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇദ്ദേഹം വന്നത്. ഇദ്ദേഹം വരുന്ന സമയത്ത് മൊത്തം ഫുൾ ടെൻഷനായിരുന്നു. പൈസ ഇല്ല, അതില്ല, ഇതില്ല, എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഓർണമെന്റ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോഴാണ് ഈ ടൂർ പാക്കേജിൻ്റെ കാര്യം അറിയുന്നത്. ഇദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇങ്ങനെ കടത്തുന്ന ഒരു അബൻഡൻസിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി മൂന്നാമത്തെ വ്യക്തിക്ക്. ഓക്കെ, ഞാൻ ഇതുപോലെ സാറ് പറഞ്ഞ വാട്ടർ ടെക്നിക്ക് ഇപ്പൊ എന്നും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ മോന് കല്യാണാലോചനനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ദുബായിൽ നിന്ന് തന്നെ ഒരു കുട്ടി, ജാതകമൊക്കെ ഒരേതാണ്. ആ കുട്ടിക്ക് പനി അറിഞ്ഞ് അടുത്ത ആഴ്ച അവര് മോനെ പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാവാനും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ഉഷാറാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവനവിടെ ബിസിനസ് കമ്പനി ഇപ്പൊ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ 29 വയസ്സ് കഴിഞ്ഞ് ഇപ്പൊ ജനുവരിയില്. നല്ലതാണ്. അപ്പൊ കമ്പനി അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കുഴപ്പമില്ല എന്നാണ് അവൻ പറഞ്ഞത്. നന്നായി പോകണ്ടെന്ന്. പിന്നെ ഒരു മുതൽ മുടക്കും നമ്മള് ഒന്നും അതിലേക്ക് ഇറക്കാതെ അവന്റെ സാലറി അങ്ങനെയൊക്കെ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് എന്തൊക്കെയോ ചെയ്തിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി അലൈൻമെന്റ് ക്ലാസ്സിന് എത്ര ഫീസ്? അത് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാം. ഇതൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ക്ലാസ്സിനെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. ഹലോ സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ ലത പീതുവാണ്. 2 മാസമായി ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ സാറിനെ വിളിച്ചിരുന്നു. അന്ന് സാർ എടുത്തില്ല. എനിക്ക് 2-3 പ്രാവശ്യം വിളിച്ചു, എടുത്തില്ല. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു.
എന്നാന്ന് വെച്ചാല് അന്ന് സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. ഉം. അത് ഇപ്പൊ ഓക്കെ. തന്നെ ഫീലിംഗ് ആയിരുന്നു. എന്താന്ന് അല്ല വെച്ചാൽ അന്ന് രാത്രി 12:30 വെളിയിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം വെളിയിൽ ഇറങ്ങിയപ്പോ നായി നമ്മുടെ തന്നെയാ, എന്താന്ന് എനിക്കറിയില്ല, ആ നായി കടിക്കുകയുണ്ടായി. ഓക്കെ. ഓക്കെ, ഞാൻ ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. എന്ന് വെച്ചാല് മെഡിറ്റേഷൻ ചെയ്തു, നല്ല ഫീലിംഗോട് കൂടി തന്നെ ഇരുന്നതാ. അപ്പൊ പിന്നെ ഞാൻ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ അറിയാൻ വേണ്ടിയായിരുന്നു. ഉം. അതിന് ശേഷം എനിക്ക് പിന്നെ ഞാൻ ഒരു ചെറിയ ചാനൽ ഇടുന്നുണ്ട്, അതിന്റെയും ബിസി ആയിരുന്നേ. ഉം. പിന്നെ ഇന്ന് ഭാഗ്യം എനിക്ക് സംസാരിക്കാൻ പറ്റി. ക്ലാസ് കൂടുതലൊക്കെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എല്ലാ മെഡിറ്റേഷനും എല്ലാം. പിന്നെ ഞാൻ ആൾറെഡി സഹജയോഗ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലെ ലീഡറും കൂടി ആയിരുന്നു. അപ്പൊ അത് വേറെ ഒരു ഇതാണ്. അപ്പൊ അതും അതെ. ഇതും തമ്മിൽ ഒരുപാട് ഡിഫറെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് സാറിന്റെ കൂളിംഗ്, ഞാൻ എന്റെ ബ്രേസ്ലെറ്റ് എല്ലാം കിട്ടിയതിന് ശേഷം എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ. സത്യത്തിൽ ലോട്ടറി എടുത്ത് ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തെങ്കിലും എനിക്ക് ലോട്ടറി അടിച്ചില്ല. പക്ഷെ എൻ്റെ ഈ 7 ചക്രാസിന്റെ ബ്രേസ്ലെറ്റിന്റെ ഗുണം കൊണ്ട് തന്നെയാണ്, അത് സത്യമാണ്, എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പം ഇതില് ഒരുപാട് ജസ്റ്റ് പറയാൻ പറ്റും. ക്യാമറ ഓൺ ചെയ്തൊന്ന് പറയാമോ? ക്യാമറ ഓടെ ഞാൻ സെറ്റ് ആയില്ല. ഓക്കെ ഓക്കെ, എന്നാ കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നാ കരഞ്ഞു ഒന്ന് എന്റെ മുഖം നോക്കൂ. ഓക്കെ, ഓക്കെ, എന്റെ മുഖം നോക്കൂ. കുഴപ്പമില്ല, ഓക്കെ, നല്ലതാണ് നല്ലതാണ്. ഓക്കെ, ഞാൻ ലൈവിലൊക്കെ പോകുന്നതാണ്. അല്ലല്ല, ഓക്കെ, അത് പ്രശ്നമില്ല. അത് നമ്മള് മറ്റുള്ളവർ കാണണ്ടേ, നിങ്ങൾ സഹജയോഗ ലീഡറാന്ന് പറയുന്നു. അതെ അതെ. എന്നിട്ട് എന്താണ് സഹജയോഗ ഹൈ ശ്രീ മാതാജി നിർമ്മലാ ദേവി എന്നാണ് പറയണത്. അറിയാം അറിയാം, എനിക്കറിയാം. ഒരു ഞങ്ങള് ചുവന്ന നോർത്ത്, കുറിയിട്ടിട്ടുള്ള ഒരു യെസ്, അതെ അതെ, ഞങ്ങള് നോർത്തിൽ നിന്നൊക്കെ വന്നതാണേ. ഉം, ഞാൻ ഇവിടെ വന്നിട്ട് 1.5 വർഷം ആയതേ ഉള്ളൂ. ഉം, അപ്പൊ ഞാനിപ്പം സഹജയോഗയില് വല്ലപ്പോഴൊക്കെയാണ് പോണത്. ഇപ്പൊ ഞാൻ സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, സഹജയോഗയിലെ എല്ലാം എല്ലാരോടും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോർത്തിൽ താമസിച്ച ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ അത്ര ഇതില്ല മലയാളികൾക്ക് ഇവിടെ. ഉം, അതുകൊണ്ട് ഒരു ഇച്ചിരി പുറകോട്ട് വലിഞ്ഞിരിക്കുവാണ്. ഉം. എന്നാലും നമുക്ക് കിട്ടിയ ഈ സാത് ചക്രം ശുദ്ധിയും വൈബ്രേഷനും സഹസ്രാര വരെയുള്ള എല്ലാ വൈബ്രേഷനും നമുക്ക് കൊണ്ട് ഈ കൂളിംഗ് ബ്രേസ്ലെറ്റ് കാരണം ഒന്നും കൂടെ ബെനിഫിറ്റ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, പക്ഷെ ലോട്ടറി അല്ല, നമുക്ക് അതല്ലാണ്ട് തന്നെ നമുക്ക് പൈസകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മോൻ വന്നിട്ട് തിരുച്ചിറപ്പള്ളിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ത്രിബിളൈറ്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മോന് ഹോസ്റ്റലില് ആദ്യം നമ്മൾ പഠിച്ചിരുന്നിടത്ത് നമുക്ക് 3500 കൊടുത്തോണ്ടിരുന്നു മന്ത്ലി. ഉം, പക്ഷെ ഈ ബ്രേസ്ലെറ്റിന്റെ മഹിമ കൊണ്ട് തന്നെ നമുക്കത് 2000 കൊടുക്കേണ്ട ഒരു റൂം നമുക്ക് കിട്ടേണ്ടി വന്നു. അതെല്ലാ സൗകര്യവും എല്ലാം നമുക്ക് നമ്മുടെ മനസ്സ് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ, ഞാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോർണിംഗ് എടുത്ത് കത്തിച്ച് അത് പ്രകൃതിയിൽ നമ്മള് ഉം. അത് ഊതി ആണ്. എല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിപ്പം 6 മാസം നമ്മൾ 3500 കൊടുത്തെങ്കിലും ഇപ്പം നമ്മൾക്ക് വീണ്ടും മോൻ അവിടെ ഇരിക്കുമ്പോൾ സുഖമായിട്ട് 2000 കൊടുത്താൽ മതി ക്രായി ഉം. അതിന്റെ വാടക. അപ്പൊ നമുക്ക് അത് ലോട്ടറി അടിക്കുന്ന പോലെയല്ലേ. അതുപോലെ അതെ. തന്നെ അഡ്വാൻസ് അവര് 5000 വാങ്ങിച്ചോണ്ടിരുന്നു. ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് അവര് അഡ്വാൻസേ വേണ്ടാന്ന് പറഞ്ഞു. ഉം. അങ്ങനെയൊക്കെ കുറെ നല്ല ഗുഡ് ന്യൂസുകളൊക്കെ ഉണ്ട്. പിന്നെ മോനാണേലും പണ്ട് നേരത്തെ പോലെ ഭയങ്കര ഫീലിങ് അങ്ങനെയൊന്നുമില്ല. മോനിപ്പോ സന്തോഷമാണ്. മമ്മിയുടെ അടുത്ത് വീക്കിലി വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ഓടി വരാനും ഇവിടെ ആളുണ്ട്. അങ്ങനെയൊക്കെ നല്ല അനുഗ്രഹമാണ്. ഞാൻ പറയുന്നു, ഞാൻ സഹജീവിയുടെ കൂടെ ഇതും പറയുന്നുണ്ട്. അതെ അതെ, തീർച്ചയായും. താങ്ക് സാറിന്റെ യു സോ അടുത്ത് മച്ച്, താങ്ക് യു സോ ലിങ്ക് മച്ച്, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഓക്കെ, സോ മച്ച്, താങ്ക് യു. നീ എനിക്ക് സാറിന് വലിയ ഇഷ്ടമായി. സാറ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കമന്റ്സുകളിലൊക്കെ ഞാൻ പറയും സാറിനെ പോലെ ഒരു പാവമായിരുന്നു. അപ്പൊ എന്റെ മോൻ പറയും ഒത്തിരി പാവമായാല് സാറ് പറയുന്ന പോലെ തന്നെ സംഭവിക്കും. സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ആന്ന് ആന്ന്. ഓക്കെ, എന്തായാലും എല്ലാരും സന്തോഷം. ചോദിക്കും ലൈവിലൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന്. പക്ഷെ അത് എനിക്ക് ഈ ബ്രേസ്ലെറ്റിന്റെയും നമ്മുടെ ചക്രത്തിന്റെയും ശുദ്ധി കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ബോൾഡ് ആയിട്ട് നിൽക്കാൻ ഒരു ശക്തി കിട്ടുന്നുണ്ട്. ഉം. അത് എനിക്ക് തന്നെ അതിശയം. ഞാൻ ഈ പാസിംഗ് ലൈവിങ്
ലൈവ് കണ്ടതിന് ശേഷം ഞാനാണോ ഈ പറയണതെന്ന് ഓർത്തു പോകുന്നുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ കണ്ടതിന് വളരെ സ്റ്റാഫ് സന്തോഷം സാർ. നോക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ ഓക്കെ മച്ച്. ഓക്കെ. ഓക്കെ, നീ നമ്മളെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഏകദേശം കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 7 ചക്രയുടെ നീ കുറച്ച് പീസും കൂടി ബാക്കിയുണ്ട്, അതും കൂടി സെയിൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ബെൽറ്റ് മാഗ്നറ്റ്, ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബെൽറ്റ് മാഗ്നറ്റ്. ഇപ്പം അജിത മേഡം കാണിച്ച പോലെ തന്നെയുള്ള ഒരു ബ്രേസ്ലെറ്റാണിത്. ഏകദേശം ടൈഗർ ഐയും ഇതെല്ലാം ഉള്ളത്. അത് ബെൽറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞ ബ്രേസ്ലെറ്റ് നമ്മൾ അടുത്ത ആഴ്ച തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് അത് തന്നെ ഇതേപോലത്തെ സംഭവം ഏകദേശം കാണുന്നെങ്കിൽ ഈ ടൈഗർ ഐ, ഇങ്ങനെ ഗ്രീൻ ആവഞ്ചറിൻ, പിന്നെ അമെത്തിയസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയാണ്. അന്നേരം അത് നമ്മൾ 7 ചക്ര ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു QR കോഡ്, ഹീലിംഗ് കാർഡ് എന്ന് പറഞ്ഞ ഒരു കാർഡ് ഉണ്ടാവും. അതിൽ 2 QR കാണാൻ പറ്റും. ഒന്നിൽ എങ്ങനെ ആ 7 ചക്ര ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് എങ്ങനെ ക്ലെൻസ് ചെയ്യണമെന്നും അതോടൊപ്പം ഹീൽ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ, പിന്നെ 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻസ് നൽകിയിട്ടുണ്ട്. വെറുതെ അത് കയ്യിലിട്ട് നടക്കേണ്ട കാര്യമല്ല, നിങ്ങളത് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാകുക. ഇപ്പോൾ ബെൽറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ് നമ്മൾ ഇതിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ നൽകുന്നതാണ് ഹീലിംഗ് സിജിൽ സിമ്പിൾ. അതോടൊപ്പം തന്നെ ഒരു സിജിൽ സിമ്പിൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഇറക്കുന്നത്. ഒരു സിജിൽ സിമ്പിളിൻ്റെ ഒരു കാർഡ് ഉണ്ടാവും, ഹീലിംഗ് കാർഡ്. അതിലെപ്പോഴും വെച്ചിട്ട് ഹീൽ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബെൽറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ് ഇറക്കാൻ പോകുന്നത്. ഇത് അടുത്ത ആഴ്ച. ഒരു കാര്യം സാറേ, ഇതുപോലത്തെ കൂടെ ആൾക്കാർക്ക് അവിടെ മേടിച്ചു കൊടുത്തോളൂ പ്ലീസ്. ഇത് റിക്വസ്റ്റ് ആണ്. ലേഡീസിന് ഐക്യാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് കണ്ണ് കിട്ടത്തില്ല, അവരുടെ കുറേ കാര്യങ്ങൾ സാർ പറയുന്നത് തന്നെ. ഈ സംഭവം ഇത് ഐക്യാറ്റ് ആണ്. ഐക്യാറ്റ് ഇത് ഒറിജിനൽ സാധനമാണ്. ഇത് ഐക്യാറ്റ് എന്ന് തന്നെയാണ് ഇതിന്റെ. നമ്മുടെ പൂച്ചയുടെ കണ്ണ് മാതിരി ഇതിനകത്ത് ഒരു ലൈൻ ഉണ്ട്. ഇത് ക്രോസ് കൊണ്ട് അല്ലാതെ ഉണ്ട്. ഇത് ഒറിജിനൽ സാധനമാണ്. ഈ കല്ല് സാറ് നമ്മുടെ ലേഡീസിനോടൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തോളൂ, സാറിന് പറ്റിയാൽ അതോടൊന്ന് വാങ്ങിക്കൊടുത്തോളൂ. കാരണം കുടുംബ പ്രശ്നങ്ങള് പരിഹരിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സെക്കൻഡ് ലൈഫ് ഉണ്ട്, ഒരു മെന്റലി ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും ലേഡീസിന്. അതൊന്ന് മാറ്റി കിട്ടിയത് നല്ലതാണ്. ഒരു ക്യാറ്റ് വാക്കിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഒരു നല്ല സ്ട്രെയിറ്റ് വാക്കിൽ പോവാം. ഇത് കാതിലിട്ടോളം പറയാം എല്ലാരോടും. നീ വേറെ ഒരാൾക്കും കൂടി ജസ്റ്റ് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം, എന്നിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതാണ്. ഓക്കെ, ഫ്രമിള വേണം പറഞ്ഞോളൂ. ഇദ്ദേഹം നമ്മളെ ഏകദേശം എത്ര ബാച്ചിലായിരുന്നു? മൂന്ന് ബാച്ചിലായിരുന്നു. പറഞ്ഞോളൂ. സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇന്നത്തെ പോലെ സംസാരിക്കുന്നില്ലേ, നാലാളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയും ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, അതൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്, നല്ല കച്ചവടങ്ങളും എല്ലാവരും നല്ല ഇതിൽ നടക്കുന്നുണ്ട്. പൈസയ്ക്കും യാതൊരു വക കുറവില്ല. വീട്ടിലും നല്ല ഹാപ്പിയാണ്, എപ്പോഴും മനസ്സിനും നല്ല ഹാപ്പിയാണ്. മറ്റേത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, മനസ്സിന് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ മനസ്സിലങ്ങനെ ഒരു ടെൻഷനും വരുന്നില്ല. എന്ത് കണ്ടാലും ഈ മൈൻഡ് എപ്പോഴും അത് എങ്ങനെയൊക്കെ നടക്കും എന്നൊരൊറ്റ പ്രതീക്ഷയായിരുന്നു. നടക്കണമുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും നല്ല നേട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറണമെന്നുണ്ട്, പക്ഷെ കയറാൻ അത് കറക്റ്റാ, അതാണ് ഒരു ബുദ്ധിമുട്ട്. ഏകദേശം 3 ബാച്ചിൽ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ വരുന്ന സമയത്ത് മണി ബ്ലോഗ് കാര്യങ്ങൾ ബിസിനസ് നടക്കുന്നില്ല. ഇപ്പം ബിസിനസ് കൊണ്ട് റെസ്റ്റ് ഇല്ല, മീൻസ് അത്രയും വർക്കും കാര്യങ്ങളും അദ്ദേഹത്തിന് വരുന്നുണ്ട്. വളരെ സന്തോഷം, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 5 പേർക്ക് ഇനിയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ബാച്ചിൽ ഷെയർ ചെയ്യാം. അന്നേരം ഈ സക്സസ് സ്റ്റോറി അയച്ച പലരുടെ ലൈഫിലും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ അലൈൻമെൻറ്റ് മാസ്റ്ററി, ഇപ്പം പലരും ചോദിച്ചത് അലൈൻമെൻറ്റ് മാസ്റ്ററി ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 6ാമത്തെ ബാച്ച്, ഇപ്പോൾ 7ാമത്തെ ബാച്ചിലാണ് അഡ്മിഷൻ നടക്കുന്നത്. എന്താണ് അലൈൻമെൻറ്റ് മാസ്റ്ററി? അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം കുറേ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം മറ്റുള്ളവരെ ക്ലാസ്സിൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും വേണ്ടത് ടെക്നിക്കിനെക്കാളും ഉപരിയായിട്ട് ഹീലിംഗ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള വേദനകളും കാര്യങ്ങളും സങ്കടങ്ങൾ, കുട്ടിക്കാലം മുതലുള്ള സങ്കടങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, പണവുമായിട്ട് ബന്ധപ്പെട്ട വേദനകളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്.
അങ്ങനെ ഇതിനെ നമ്മൾ കുറേ ടെക്നിക്കിനേക്കാൾ ഉപരിയായിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻസ്, ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഓരോ തവണയും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് മെഡിറ്റേഷനാണ് നൽകുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിങ്ങിലൂടെയാണ് നമുക്ക് നമ്മളെ കണ്ടെത്താനും നമ്മളുടെ വേദനകളെ ഹീൽ ചെയ്യാനും സാധിക്കുള്ളൂ. എന്നാലാണ് പുതിയൊരു വേർഷൻ, ഇപ്പോൾ അജിത മേഡം പറഞ്ഞ പോലെ തന്നെ, അജിത മേഡം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എല്ലാവരും ഇഷ്ടമാണ്, ഭയങ്കര ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാണ്. അന്നേരം അദ്ദേഹം പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ ഇതിലെ ചളികൾ എടുക്കുന്ന ഒരു പേള് ഇപ്പം മുത്തു പോലെയായിരുന്നു അദ്ദേഹം ഉണ്ടായത്, പക്ഷെ ചളികൾ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ നോക്കി അദ്ദേഹത്തിന് പേഴ്സണൽ കൺസൾട്ടേഷൻ ഉണ്ടായത്, അദ്ദേഹത്തിന് പ്രോബ്ലം വീഡിയോ കട്ടാണ് സാർ കാണാൻ പറ്റും. ഓക്കെ. അന്നേരം അജിത മേഡത്തിൻ്റെ ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞ ഹീലിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം 2 വർഷമായി ചിത്രങ്ങൾ വരയ്ക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഒരു ചിത്രം വരച്ചിട്ട് എനിക്ക് അയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു ട്രാക്കിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് എലൈൻമെൻറ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജോയിൻ ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു 7 ലക്ഷം സംതിങ് സെയിൽസ് അദ്ദേഹത്തിന് നടന്നു. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു ഹിഡൻ ജെമ്മാണ് അല്ലെങ്കിൽ ഒരു മുത്താണ് എന്നുള്ളതാണ്. അത് ഞാനാവട്ടെ, ഇതിൽ പങ്കെടുക്കുന്ന 98 പേരാവട്ടെ, 100 പേർക്ക് മാത്രമാണ് അവസരം. അന്നേരം അവരെല്ലാം തന്നെ നമ്മളുള്ളിൽ ആ ഒരു ഹിഡൻ ഗിഫ്റ്റ് ഉണ്ട്. പക്ഷേ അതിനെ ക്ലെൻസിങ് പ്രോസസ് എന്ന് പറയുന്ന കാര്യം, ഒരു മെൻറ്റർ, ഇപ്പം ഞാൻ വലിയൊരു മെൻറ്ററാണെന്ന് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഞാൻ മെൻറ്ററിങ് കുറേ പേരുടെ, ഏകദേശം 4 പേരുടെ മെൻറ്ററിങ്ങിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ മെൻറ്ററിങ്, അത് സ്പിരിച്വൽ മെൻറ്ററിങ് ഉണ്ട്, ബിസിനസ് മെൻറ്ററിങ് ഉണ്ട്, അങ്ങനത്തെ ഓരോരോ മെൻറ്ററിങ് ഞാൻ പ്രോഗ്രാം എടുക്കാറുണ്ട്. അത് 1 ലക്ഷം 2 ലക്ഷം രൂപ, ചിലത് 3 ലക്ഷം ഉണ്ട്. ആ മെൻറ്ററിങ്ങിലൂടെയാണ് ഞാൻ വളർന്നു വലുതായത്. അല്ലാതെ ഇപ്പോൾ സുജാർ മോഹൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം ആ ഒരു മെൻറ്ററിങ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തതിനും കൃത്യമായ രീതിയിൽ ഗൈഡൻസ് കൊടുത്തു. ഇപ്പോൾ സുജാർ മോഹൻ നമ്മളെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് മൊത്തം ഡൗൺ ആയിരുന്നു, കിടത്തിട്ടായിരുന്നു, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ്, പണത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു, വാടക വീട്, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു, കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കുറേ പൈസ ചിലവാക്കി. അന്നേരം അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുക, സാറേ എല്ലാം തീർന്ന് എനിക്കിനി പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു, സുജാ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ അദ്ദേഹം അറ്റൻഡ് ചെയ്ത് വന്ന സമയത്ത് എനിക്ക് തോന്നി അദ്ദേഹത്തിന് ആ ഒരു പൊട്ടൻഷ്യാലിറ്റി ഈ ലൈഫ് കോച്ചിങ്ങില്ല. അങ്ങനെ ഞാൻ ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ അത് തുടങ്ങി അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാരെ ഞാൻ പറഞ്ഞു കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. കമ്പനി രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ പോകുന്നു. അന്നേരം ഒരു മെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈക്വലായിട്ടാണ് കാണുന്നത്. എന്നാലും എൻ്റെ കൂടെ അല്ലെങ്കിൽ കീഴിലുള്ള ആൾക്കാരെ ഞാൻ ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്നെക്കാട്ടും ഉപരിയായിട്ട് ഉയരണം. കാരണം ഞാനൊരു മീഡിയം മാത്രമാണ്. ഇപ്പം സുജാർ മോഹനാട്ടെ, ആശാ ജി കുമാർ, അതോടൊപ്പം തന്നെ BBR മോഹൻ, വിഷ്ണു, ഗ്രീൻ ടൂത്തിലെ വിഷ്ണു, ഇതെല്ലാം നമ്മളെ സ്റ്റുഡൻസാണ്. അന്നേരം അത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെക്കാളും വളരണം, നമ്മളൊരു മീഡിയം മാത്രമാണ്. ആ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈഗോ, പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ അഹങ്കാരം വരും. അതായത് ഞാൻ എന്തോ വലിയ വ്യക്തിയാണ്, ഞാൻ എന്തോ സംഭവമായി എന്നുള്ള ഒരു ഈഗോ നമുക്ക് വരുന്നതാണ്. കാരണം ഈഗോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ പതനത്തിൻ്റെ ആദ്യത്തതും അവസാനത്തേതും പടിയാണ്. അതിന് ഈഗോ, ഞാൻ എന്തോ വലിയ മെൻറ്ററാണ്, ഞാൻ ഇവരുടെ ബ്ലെസ്സിങ്സ് നൽകാനും ഒന്നും തന്നെ ഇരിക്കുകയല്ല. എപ്പോഴും സമർപ്പണഭാവം, എല്ലാം തന്നെ ദൈവാനുഗ്രഹമാണ്, നിങ്ങളൊരു മീഡിയം മാത്രമാണ് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ കഴിയുന്നതും കുറയും. കാരണം എല്ലാം ഞാൻ എന്ന രീതിയിലാണ് പറയുക, അല്ലേ? ആ ഞാൻ എന്ന് പറയുന്നത് ശരിക്കും അഹങ്കാരമാണ്. എന്നാൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിലും അത്രയും സക്സസ് സ്റ്റോറീസ് ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മളാണ് ഇട്ടത്, നമ്മളെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി 3ാമത്തെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ ഡെയിലി ഓരോരോ സക്സസ് സ്റ്റോറീസ്, അതായത് ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ അത്രയും സക്സസ് സ്റ്റോറീസ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്ലാസ് വേറെ, അത്രയും സക്സസ് സ്റ്റോറീസിലാണ് കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതെല്ലാം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു മീഡിയം ആയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പം തന്നെ പലരും ചിന്തിക്കാറുണ്ട്, അതായത് ഇപ്പം ട്രെയിനേഴ്സ് നമ്മളെ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കുന്ന കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. ഇപ്പം മായ മാഡം, അതോടൊപ്പം തന്നെ വേറെ ഇതിൽ അഖില മാഡം, അങ്ങനെ പല ട്രെയിനേഴ്സും ഉണ്ട്. അന്നേരം ആ ട്രെയിനേഴ്സ് എല്ലാം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞാൻ അവരോട് പറയും, ഓക്കെ നിങ്ങളെ സ്റ്റോറീസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂട്യൂബിൽ ഇട്ടുള്ളൂ. ഇപ്പം സുജാർ മോഹൻ്റെ സ്റ്റോറി നമ്മളെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ട്. ഒരു പേഴ്സണൽ ഇതുപോലെ 1-to-1 ഇങ്ങനെ സൂം വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു മീഡിയമായിട്ട് നമ്മളാ കയ്യിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സ് നമ്മളെയും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഞാൻ ഉയരണം, ഞാൻ മാത്രം ഉയരണം എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് എങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ എങ്ങനെ ഉയർത്താൻ പറ്റും, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്.
ഇപ്പം ഞാൻ തന്നെ പുതിയൊരു ഇങ്ങനെ സീരീസ് ഒരു വീഡിയോ സീരീസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് തന്നെ ആവട്ടെ, അത് സൗജന്യമായിട്ട് ഒരു രൂപ പോലും ഇല്ലാതെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാവും, ഓർണമെന്റ്സ്, സാരീസ്, കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സാർ സ്റ്റക്കായി നിൽക്കോ സാർ വീഡിയോ? ഞാൻ സ്റ്റക്ക് ആകുന്നത് നിങ്ങളാണ്. ഞാൻ സ്റ്റക്ക് ആകുന്നുണ്ടോ? ആണോ? ഇല്ലല്ലോ, ആ ഇല്ല. അത് നിങ്ങളെ പ്രോബ്ലം. എങ്കിൽ എന്റെ ആയിരിക്കും. ഇല്ല, ക്ലിയറാണ് സർ. ഓക്കെ ക്ലിയറാണ്. ഓക്കെ ക്ലിയറാ ക്ലിയറാ. ഓക്കെ. അന്നേരം ഞാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് നമുക്കും സഹായം ലഭിക്കുന്നതാണ്. അതായത് നമ്മളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇപ്പം ഞാൻ ഇതിൽ പലരുടെ ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാറ്റസ് ആക്കി വെക്കും. മറ്റു ട്രെയിനേഴ്സ് ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങളെ പ്രൊഡക്റ്റ് ഒരു സർവീസ് സ്റ്റാറ്റസ് ആക്കി വെക്കുക. പക്ഷെ ഞാൻ ചെയ്യും. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നിങ്ങളിപ്പോൾ എന്നിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും ഒരു സക്സസ് വേണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഞാനിപ്പം സുജാർ മോഹൻ വരുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിലൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു ലൈഫ് കോച്ച് ആകാൻ പറ്റും. അങ്ങനെ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളും അദ്ദേഹത്തിന് കമ്പനി തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വഴി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രമീള ഷീല മാഡം അദ്ദേഹം എന്തോ MLM ബിസിനസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു MLM ബിസിനസ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, ഓർണമെന്റ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓർണമെന്റ്സിൻ്റെ ബിസിനസ് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്ത് നിങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നു പറഞ്ഞു. കാരണം നമ്മളെല്ലാവരും സക്സസ് ആണെങ്കിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെ മാത്രമാണ് സക്സസ്സിലേക്ക് എത്തിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചിന്തിക്കാതെ നമുക്ക് ഈ സൊസൈറ്റിക്ക് നിങ്ങളിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പം മെൻറ്ററിങ് പ്രോഗ്രാംസും കാര്യങ്ങളും തന്നെ ആ സപ്പോർട്ടീവാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം എക്സ്ക്ലൂസീവായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ 1-to-1 കോച്ചിങ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കുറേ പേര് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് പേഴ്സണലായിട്ട് കോച്ചിങ് കൊടുക്കണമല്ല, അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് അത് ഏകദേശം ഒരു 10-20 പേർക്ക് മാത്രമാണ് അവസരം. അതായത് അത് പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല സക്സസും കാര്യങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ആ ക്ലാസ് എടുത്താൽ മതി. അന്നേരം അതിൽ ഇങ്ങനെ പേഴ്സണൽ കൺസൾട്ടേഷൻ, പേഴ്സണലായിട്ടുള്ള പ്രൊഡക്റ്റ്, ഇപ്പം ക്രിസ്റ്റൽസ്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വേറെ പ്രൊഡക്ട്സ്, മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നൽകണം എന്നുള്ള രീതി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പല ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കും. ഇപ്പോൾ എലൈമിനെ മാസ്റ്ററി 1 മണിക്കൂറുള്ള ക്ലാസ് ആണെങ്കിൽ 1.5 മണിക്കൂർ 1.25 മണിക്കൂറിലും പോകും. കാരണം നിങ്ങൾ കുറേ മനസ്സിൽ സംശയങ്ങളോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരില്ല. ആ സംശയങ്ങൾ എൻ്റെ അറിവിലും എൻ്റെ യുക്തിക്കും ചിലപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യും. ഇന്നൊരു സംശയം വന്നിട്ടില്ല, എന്താണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്. അത് മെൻറ്റേഴ്സിൻ്റെ ചിലപ്പോൾ ഞാൻ വേറെ ആൾക്കാരുടെ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കും. എന്നാലാണ് നമുക്ക് അറിവ് കൂടുക. നമ്മളെല്ലാം അറിയാം, എല്ലാം പൂർണ്ണനാണ് എന്നുള്ള ചിന്ത നമ്മളെ നശിപ്പിക്കും. വീണ്ടും അതായത് പണത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യമാണ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാറുള്ളത്. ഇപ്പോൾ അജിത മാഡം വളരെ അഭിമാനമുണ്ട്. അദ്ദേഹം ക്രിസ്റ്റൽസിൻ്റെ ബിസിനസ് തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം സാരിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ബിസിനസ്, ക്രിസ്റ്റൽസിൻ്റെ ബിസിനസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് വരുന്നത്. ഇപ്പോൾ പണത്തിൻ്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും കുറച്ച് ടെക്നിക്കോ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തെങ്കിലും ഈ മാനിഫെസ്റ്റേഷൻ സത്യമാണ്. കാരണം അത്രയധികം സക്സസ് സ്റ്റോറി. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട ഉഷ, അദ്ദേഹം 3 ബാച്ചിൽ അംഗമായിരുന്നു. 3 എലൈമെൻറ്റ് മാസ്റ്ററിയിൽ അദ്ദേഹം കിടത്തത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായ രീതിയിൽ നമ്മളെ ക്ലാസ് പങ്കെടുത്തു, ഹീൽ ചെയ്തു, കിടത്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇപ്പം സുജ വരുന്ന പോലെ തന്നെ സുജ എങ്ങനെയാണ് കിടത്തത്തിലായിരുന്നു, കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ ചിലവാക്കി. പക്ഷേ അദ്ദേഹം എഴുന്നേറ്റിട്ട് കറക്റ്റായുള്ള ഗൈഡൻസ് കൊടുത്തു. അതേപോലെ ഉഷ മേഡത്തോടും പറഞ്ഞു, ഞാൻ ഇതേപോലെ തന്നെ ഉഷയോടും പറഞ്ഞു ഇതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അദ്ദേഹം ഈ മറ്റേ തിരൂർ പൊന്നിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനും ഗ്രോത്ത് വന്നു. അതാണ് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ്, അതായത് എനിക്ക് നിരവധി വരുമാന മാർഗം വേണം എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമാണ് പണം വരിക. അതായത് ആ ഒരു ലെവൽ തോട്ട് വന്നു കഴിഞ്ഞാൽ അവസരം വരും. അല്ലാതെ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം സങ്കടം മാത്രമാണല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്ത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് നശിച്ചു പോവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ജസ്റ്റ് പ്രസൻറ്റേഷൻ ഓണാക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും കാണുന്നുണ്ടോ? ഓക്കെ, അതായത് ഇത് നമുക്ക് നോക്കാം. സൈൻ ഓഫ് മണി ബ്ലോക്ക് എന്നുള്ള എന്തൊക്കെ സൈൻസ് ആണ് മണി ബ്ലോക്കുള്ള കാര്യം. കോൺസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ സ്ട്രെസ് വരുന്നതാണ് ഈവൻ വിത്ത് ഇൻകം. അതായത് നിങ്ങൾക്ക് വരുമാനം വരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും.
അതായത് നിങ്ങൾ എപ്പോഴും അയ്യോ ഈ വരുമാന മാർഗം ഉണ്ടാവുമോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട് എന്ന കാര്യം മനസ്സിലാകാം. എപ്പോഴും നമ്മളെ മനസ്സ് അബൻഡൻസിൽ വേണം. അബൻഡൻസ് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സമർപ്പണ ഭാവം വേണം. എല്ലാം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ദൈവികതയുടെ അനുഗ്രഹം. നിങ്ങൾ വേണമെങ്കിൽ ക്രിസ്ത്യൻ ആവാം, ഇസ്ലാം ആവാം, ഹിന്ദു വിശ്വാസ പ്രകാരങ്ങളാവാം, എല്ലാം തന്നെ ആ ഒരു ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാവട്ടെ, യൂണിവേഴ്സാണ്, അതിൽ സമർപ്പിക്കുക. ആ ഒരു സമർപ്പണ ഭാവം നമ്മളുടെ പേരാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറയാറില്ലേ, ആ ഒരു പാതി നമ്മൾ ദൈവത്തിന് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ തന്നെ ഇപ്പം അലൈൻമെൻറ്റ് മാസ്റ്ററി ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 പേരോ 2000 പേരോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിലൂടെ ഹീലിംഗ് വരേണ്ട, എന്നിലൂടെ ലൈഫിൽ ചേഞ്ച് വേണ്ട വ്യക്തികൾ മാത്രം വന്നാൽ മതി. ഇപ്പോൾ മാർക്കറ്റിംഗ് ചില ആൾക്കാർ പറയും, സാറ സ്റ്റുഡൻറ്റ് ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന കാര്യം മേടിച്ചു. ഞാൻ പറഞ്ഞു അതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എനിക്കൊരു വലിയ മെർസിഡീസിൻ്റെ കാറോ വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യല്ല. എനിക്ക് വേണം അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ തുടക്ക സമയത്ത് പണം എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. മറിച്ച് പർപ്പസ് നമുക്ക് കറക്റ്റായിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ അതിലൂടെ എത്തും. അത് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ സക്സസ്സിനാണ്. അത് ഞാൻ സക്സസ് ആകുക എന്ന് വെച്ചാൽ കാരണം എൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങളെ മുന്നിൽ ഇപ്പം ഞാൻ വേറെ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളും കാര്യങ്ങളും ഡെയിലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അതിനും ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് ഉയർച്ച കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉയരുന്നതാണ്. അത് സ്ട്രെസ്സ് കുറക്കും. അതായത് നമ്മളൊരു വാല്യൂ അല്ലെങ്കിൽ സർവീസ് കറക്റ്റ് ആൾക്കാരിൽ വാല്യൂ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവർ വന്നോളും. ആവശ്യമുള്ളവർ വന്നാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കണം. അല്ലാതെ 100 പേര് വേണം. ചിലപ്പം ചില ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കാണ്ട് 1000 പേരിലുണ്ടാവും. സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടില്ല. നമ്മുടെ മനസ്സിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളും വെക്കും. അന്നേരം നമ്മളിലൊരു ബ്ലോക്ക് വരും. അതേപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിൽ. എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നെങ്കിലും മണി ബ്ലോക്ക് വരും. എപ്പോഴും നമ്മൾ കിട്ടുന്ന പണത്തിൽ എപ്പോഴും തൃപ്തി അടയുക. അതായത് ഇത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, അതിൽ നന്ദി പറയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ സ്ട്രെസ് ഒഴിവാക്കും. അടുത്തൊരു സൈനാണ് മണി കംസ് ബട്ട് ഡസൻ സ്റ്റേ. അതായത് നിങ്ങൾ പണം വന്നുകൊണ്ടിരിക്കും. അടുത്ത സൈനാണ് നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അതായത് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പണം നിലനിൽക്കില്ല. അതൊരു മണി ബ്ലോക്കാണ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ പഠിക്കണം. അൺഎക്സ്പെക്റ്റഡ് ബിൽസ് വരും, അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ കടം വരും, അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും വരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അതായത് നിങ്ങൾ സ്വരുക്കൂട്ട് വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ വരും. സേവിങ് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. നിങ്ങൾ നല്ല സമ്പാദിക്കുന്നത് പക്ഷേ സേവ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം തന്നെ നിങ്ങളെ മനസ്സിലെ ബ്ലോക്കാണ്. പണം ചില ആൾക്കാർ പറയല്ലേ, എത്ര കിട്ടിയാലും ഓട്ടക്കൈയാണ് എൻ്റെത് എന്നൊക്കെ പറയാമേ. ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരിക്കലും നിങ്ങൾ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം അനുഭവിക്കില്ല. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുഭവിക്കുന്നില്ല എന്നതാണ് അടുത്ത സൈന്. എപ്പോഴും നിങ്ങൾ പണം കൂടുതൽ വരുന്ന സമയത്തും തന്നെ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അടുത്ത കാര്യമാണ് ഫീലിംഗ് അൺവർത്തി ഓഫ് വെൽത്ത്. എനിക്കുണ്ടായൊരു കാര്യമാണ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, എൻ്റെ സയൻസിലൊന്നാണ്. പണം വരുന്ന സമയത്ത് ഇതെനിക്ക് അർഹതപ്പെട്ട പണമാണോ എന്നുള്ളത്. അതായത് ബിലീവ് ദാറ്റ് റിച്ച് പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. അതായത് സമ്പന്നരെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. അവർക്ക് വലിയ എന്തോ സംഭവമുണ്ട് എന്നൊക്കെ രീതിയിൽ ചിന്തിക്കാതെ നിങ്ങളെപ്പോലെ തന്നെയുള്ള വ്യക്തികളായിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങളും അവരും തുല്യമാണ് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ മാറും. പിന്നെ അതിനുശേഷമുള്ള ബാക്കി ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഫീൽ ഗിൽറ്റി വാണ്ടിങ് മോർ. അതായത് കൂടുതൽ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. കുറ്റബോധം നിങ്ങൾക്ക് തോന്നും. ഇപ്പം ദിവസം 1000 രൂപ ഉണ്ടാക്കും, 10,000 രൂപ, അയ്യോ 10,000 രൂപ ആഗ്രഹിക്കുന്നത് മോശമല്ലേ എന്ന രീതിയിലുള്ള ചിന്ത നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അബൻഡൻസിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ എല്ലാം തന്നെ അബൻഡൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലോ സെൽഫ് വാല്യൂ ലിമിറ്റ്സ് ഇൻകം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ അജിത മേഡത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവരെ വാല്യൂ എന്താണെന്ന് നമുക്ക് നമ്മുടെ ഹീലിംഗ് ക്ലാസ്സിലൂടെ വന്നുതരാം. കാരണം കുറേ ട്രോമാസ്, അദ്ദേഹത്തിന് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കുറേ ട്രോമാസ്, അത് പറയാൻ വലിയ സ്റ്റോറിയാണ്, അത് പേഴ്സണൽ കാര്യം എന്നെക്കൂടെ പറയുന്നില്ല. കുറേ ട്രോമാസ് അദ്ദേഹം അനുഭവിച്ചിരുന്നു. അതിനെല്ലാം തന്നെ
കൃത്യമായ രീതിയിൽ ഹീലിങ്ങും അവർക്ക് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റിനെ എല്ലാം തന്നെ മാറ്റിയെടുത്തു. കാരണം വിശ്വസിച്ച നമ്മൾ എത്രയും സ്നേഹിക്കുന്ന വ്യക്തികളും കാര്യങ്ങളും തന്നെ ചിലപ്പോൾ ചതിക്കുന്ന സമയത്ത് നമ്മൾ തകർന്നു. സത്യമാണ്. ഇപ്പം ഞാനാണെങ്കിലും തളർന്ന് തരിപ്പണായിപ്പോൾ നമ്മളത്രയും സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്തബന്ധം തന്നെ അങ്ങനെയുള്ള അതിൽ നിന്ന് നമ്മൾ ഹീൽ ചെയ്താൽ, അതായത് നമുക്കൊരു സെൽഫ് വർത്ത് വേണം. ഓക്കെ, എനിക്ക് ഒരു വാല്യൂ ഉണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ കൊടുക്കുന്ന സർവീസിന് വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം. എനിക്ക് ആദ്യം ഇല്ലായിരുന്നു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ് 1111 രൂപയ്ക്ക് ഏകദേശം ഒരു 50 സംതിങ് ബാച്ച് വരെ നമ്മൾ കണ്ടക്ട് ചെയ്തു. ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ അന്നേരം എന്താ ചിന്തിക്കുന്നത്, ഇത്ര തന്നെ അർഹതയുള്ളൂ. പിന്നെ ആ കോഴ്സ് അഡീഷണലായിട്ട് പണം വെച്ചു, അന്നേരം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോഴും എന്താണ് ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് എല്ലാം തന്നെ ലക്ഷങ്ങളും 2, 3, 4 ലക്ഷം കോഴ്സിന് വാങ്ങുന്നത്. ഞാൻ ആകെ ചെറിയ, അതായത് അഫോർഡബിൾ റേറ്റിനുള്ളതും തുകയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ആ തരുന്ന തുകയെക്കാട്ടും ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ കൊടുക്കുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം റിസൾട്ടാണ് അതിൻ്റെ കാരണം. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ഹീലിംഗ് നീഡ് ഫോർ എക്സ്പാൻഷൻ. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് ആവശ്യമാണ്. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഹീൽ ചെയ്ത് യു ഡിസേർവ് ബെറ്റർ, യു ഡിസേർവ് മോർ എന്നുള്ള രീതിയിലുള്ള ചിന്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പണം വരിക. ഫിയർ ഓഫ് ടേക്കിംഗ് ഫിനാൻഷ്യൽ റിസ്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർ പൈസയൊന്നുമില്ല കോഴ്സിന് ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ പൈസയൊന്നുമില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അത് നിങ്ങൾ റിസ്ക് എടുത്തേ മതിയാകും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രോഡക്റ്റുകളുടെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് എത്രയെന്നോ $100 ആയിരുന്നു. അന്നേരം ഞാൻ കടങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. $99 സംതിങ് ആയിരുന്നു. ഏകദേശം $80, ഡോളറിന് $80, 70 സംതിങ് ഉള്ള സമയത്താണ്. അന്നേരം കടം മേടിച്ച് ഞാൻ ജോയിൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ. എത്രയാണ് 8,000 രൂപയായിരുന്നു ആ സമയത്ത് എനിക്ക് ജോലിയില്ല, ഒന്നുമില്ല. എന്നാൽ പൊളിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ റിസ്ക് എടുത്തു. അതേപോലെ തന്നെ ഇപ്പം ബിസിനസ് ചെയ്യുന്നതാട്ടെ റിസ്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. അവോയ്ഡിങ് സ്റ്റാർട്ടിങ് ബിസിനസ് ഓർ ഇൻവെസ്റ്റിംഗ്. അതായത് നിങ്ങൾ ബിസിനസ് ഇപ്പം പ്രമീള മേഡം ചെയ്യുന്നത് എന്താണ്, അത് ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്സും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഒരു റിസ്ക്കാണ് എടുക്കുന്നത് അല്ലേ. ആ റിസ്ക് എടുക്കാതെ റസ്ക് സാപ്പിടാൻ മുടിയാതെ തമ്പി, റിസ്ക് എടുക്കാതെ ആ റിസ്ക് സാപ്പിടാൻ മുടിയെന്നുള്ള ഇതില്ലേ, അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും. അതായത് ചില ആൾക്കാർ വീട്ടിൽ ഒതുങ്ങിയിട്ട് അയ്യോ പണം വരുന്നില്ലല്ലോ എന്ന് പറയും. പണം ചെയ്യാൻ പോകുന്നില്ല, സീരിയസ് ആയിട്ട് പറയുകയാണ്. പണം വേണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ്, ഞാൻ അടക്കമുള്ള ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കോഴ്സിലൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ വേറെ കുറേ ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊന്നും ചെയ്യാതെ കുറച്ച് അഫർമേഷനോ സ്വിച്ച് വേർഡ്സോ മാത്രം ഉപയോഗിക്കാനായി പണം വരുമോ? ഇല്ല. അങ്ങനെ പറയുന്ന ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അത് കള്ളാണ് അവർ പറയുന്നത്. ഞാൻ സത്യസന്ധമായ രീതിയിൽ പറയുകയാണ്. അതായത് കോഴ്സസ് ആണ്, അവർ ആയിരങ്ങളിലും ലക്ഷങ്ങളും കൊടുക്കുന്ന കോഴ്സസാണ് അവർ പണം ഉണ്ടാക്കുന്നത്. അതാണ് അവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അടുത്ത കാര്യമാണ് ഫിയർ ഓഫ് ലൂസിങ്. അതായത് നഷ്ടപ്പെടുമോ, അതായത് നിങ്ങൾ ഒരു അടുത്ത ലെവലിലേക്ക് ഇപ്പം തന്നെ ഞാൻ തന്നെ ഓരോ ലെവലിൽ വെക്കുന്ന സമയത്തും അയ്യോ ഉള്ള കാര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവും. ആ ഭയം ഒരിക്കലും പാടില്ല. നിങ്ങളെല്ലാം ചെയ്യുന്ന കാര്യമാണ് കംഫർട്ട് സോൺ. വീട്, മക്കൾ, ഒരു ജോലി, ഇത് മാത്രം മതി. ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയാൽ മതി. പലരും പറയുന്ന കാര്യമില്ലേ, ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയാൽ മതി. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബ്ലോക്ക് വരും. നേരെ മറിച്ച് നിങ്ങളെപ്പോഴും കംഫർട്ട് സോണിൽ ബ്രേക്ക് ചെയ്യണം. ഇപ്പം ഞാൻ സ്റ്റാഫ്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2-3 സ്റ്റാഫ് വെച്ചു. പിന്നെ എൻ്റെ കമ്പനിക്ക് വേണ്ടി വേറെ സ്റ്റാഫിനെ വെച്ചു. അന്നേരം എന്താണ്, അവർക്ക് തന്നെ ഏകദേശം ഒരു 1 ലാഖിൻ്റെ അടുത്ത് 1.5 ലാഖിൻ്റെ അടുത്ത് നമ്മൾ സാലറി കൊടുക്കണം. അന്നേരം അതൊരു റിസ്ക്കാണ്. അന്നേരം അതിനേക്കാൾ ഉപരി പണം നമ്മളിലേക്ക് വേണം. ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാണ്. കാരണം നമ്മളെപ്പോഴും ഇത്ര രൂപ എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് വരില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ഗ്രോത്തിലേക്ക് നമ്മൾ മാറണം. പിന്നെ അടുത്ത കാര്യമാണ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് സർവീസ് നിങ്ങൾക്കൊരു വിശ്വാസമില്ല, അങ്ങനെ നിങ്ങൾക്ക് വീക്കാന്നാണ്. കാരണം ഞാൻ കോഴ്സ് കൊടുക്കുന്ന സമയത്ത്, ഞാൻ ക്ലാസ് എടുക്കുന്ന നേരം മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ എപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ്. നിങ്ങളുടെ സംശയം എന്തോ ആട്ടെ, അത് ക്ലാസ്സിൽ 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് അന്നത്തെ ക്ലാസ് ഇങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിശ്വാസമാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് ₹1 മേടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വാല്യൂ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്തേ മതിയാവും. അത് എൻ്റെ ഒരു ഇതാണ്, നമ്മളെ ഒരു വാല്യൂ എന്ന് പറയില്ല. നമുക്കൊരു കുറ്റബോധം വരും, അയ്യോ ഇവരിന്ന് പണം മേടിച്ചിട്ട് ഇവരെ സംശയങ്ങൾ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. പലരും സംശയങ്ങൾ ചോദിക്കാറില്ല. കാരണം എന്താണ്, നമ്മൾ അത് കൃത്യമായ രീതിയിൽ പ്രസൻറ്റേഷൻ വെച്ചിട്ടാണ്, ഇപ്പോൾ ഇതിൽ പ്രസൻറ്റേഷൻ വെച്ചിട്ടാണ് കൊടുക്കാറ്. റിപ്പീറ്റിംഗ് ഡെബിറ്റ് സൈക്കിൾ എന്നുള്ളതാണ് അടുത്ത കാര്യം. അതായത് കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക്
കടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സൈനാണ്. ലോൺ ബിക്കം റെഗുലർ പാറ്റേൺസ്, അതായത് ഒരേ പാറ്റേൺസ് നിങ്ങൾക്ക് പണത്തിൻ്റെ കടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളിൽ നിന്ന് കടം എടുത്തിട്ട് മറ്റേ കൊടുത്തു, അങ്ങനെ അങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും നിങ്ങളെ ഒരു ബ്ലോക്കിൻ്റെ ഒരു കാര്യമാണ്. ഡെബിറ്റ് ക്രിയേറ്റ് ഇമോഷൻ പ്രഷർ, അതായത് നിങ്ങൾക്ക് കുറേ കടങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഷീല മേഡം വരുന്ന സമയത്ത് പറയും സാറേ ഇത്ര കടയുണ്ട് ഇത്ര കട. ഞങ്ങൾ കടയല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പണം ഉണ്ടാക്കുന്ന കാര്യം ഫോക്കസ് ചെയ്യും. പണത്തിലൊന്ന് ഫോക്കസ് ചെയ്യും, പണത്തിൽ ഫോക്കസ് ചെയ്യും. കാരണം ഞാൻ തന്നെ ഈ കടങ്ങൾ മാറണം, ചില ആൾക്കാർ പറയും കടങ്ങൾ മാറണം, കടം എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ കടയല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പണം എങ്ങനെ ഉണ്ടാക്കാന്ന് ഫോക്കസ് ചെയ്യും. അന്നേരം നമ്മുടെ മുന്നിലൊക്കെ അവസരം വരും. യൂണിവേഴ്സ് അബൻഡൻ്റ് ആണ്. അബൻഡൻ്റ് എന്ന് വെച്ചാൽ സമ്പന്നമാണ് ഈ പ്രപഞ്ചം. നമുക്കൊരു തെങ്ങിൽ നിന്ന് ഒരു തേങ്ങയിൽ കിട്ടുക, കുറേ തേങ്ങകൾ കിട്ടും. പക്ഷെ അതിനനുസരിച്ചുള്ള വളം നമ്മൾ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മളെ ഹീലിംഗ് പ്രോസസ് എന്നൊക്കെ പറയുന്നത്. ഹീലിംഗ് പ്രോസസ് ആവട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ആവട്ടെ, അങ്ങനെയുള്ള ടെക്നിക്സാണ് വേണ്ടത്. അടുത്ത കാര്യമാണ് ഹൗ ടു റിമൂവ് മണി ബ്ലോക്ക്. ഇപ്പം ചോദിച്ച ചോദ്യം, അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള ഹീലിംഗ് മെഡിറ്റേഷൻസും കുറച്ച് ഇതേപോലെയുള്ള പ്രസൻറ്റേഷൻ. ഇപ്പം നമ്മൾ കഴിഞ്ഞ അലൈൻമെൻറ്റ് മാസ്റ്ററി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അലൈൻമെൻറ്റ് മാസ്റ്ററിൽ 7 ചക്രാസിൻ്റെ ഹീലിങ്ങും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ കർമ്മ, പാസ്റ്റ് ലൈഫ് കർമ്മ എന്താണെന്നും എങ്ങനെ വരുന്നെന്നോ എങ്ങനെ ഹീൽ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഈ അലൈൻമെൻറ്റ് മാസ്റ്ററി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ നമ്മൾ എടുത്തത്. ഈ അലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സില്ല. ചില ആൾക്കാർ പറയും സാറേ ഇന്നാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, സെയിം കാര്യം തന്നെ അടുത്ത മാസം റിപ്പീറ്റ് ചെയ്തത്. ഒരിക്കലും ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിസേർച്ച് ചെയ്ത് നമ്മൾ അത് ബുക്കുകൾ റെഫർ ചെയ്ത് ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പലരുടെ മെൻറ്ററിങ് എടുത്തില്ല ടോപ്പിക്സ് മാത്രമാണ്. ഇപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ എനിയഗ്രാം എന്ന് പറഞ്ഞ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലേഷൻഷിപ്പ്, ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് എനിയഗ്രാം, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമ്മൾ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിനാണുള്ളത്. അന്നേരം അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യമാണ് ഈ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, ഇതെല്ലാം എനിക്കറിയാമെന്ന് പറയും, മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് മാറ്റം വരാൻ പറ്റില്ല. കാരണം നിങ്ങളെ ഉപബോധ മനസ്സ് അത്രയും ട്രാപ്പിഡാണ്. എനിക്കത് പറ്റില്ല, ഇത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വെറുതെയാണ് എന്നൊക്കെ രീതിയിൽ വരും. അത് നിങ്ങൾക്ക് ബൈനോറി മ്യൂസിക്കും കാര്യങ്ങളും ഇട്ടിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ചേഞ്ച് വരിക. അടുത്ത കാര്യമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യം. ഇപ്പം നമ്മൾ ഇപ്പോൾ ആറാമത്തെ ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ക്ലാസ് തന്നെയായിരിക്കും ഉണ്ടാകുക. അത് ടോപ്പിക്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. കാരണം ഇന്നർ ചൈൽഡ് എനിക്ക് ഏറ്റവും വൂണ്ടഡ് ആയിട്ടുള്ള കിടന്ന ഒരു കാര്യമായിരുന്നു ഇന്നർ ചൈൽഡ്. എപ്പോഴും കുത്തുവാക്കുകൾ, കൂട്ടുകാരിൽ നിന്ന് എപ്പോഴും വേദനകളും കാര്യങ്ങളും മാത്രമാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു ഇന്നർ ചൈൽഡ്, അതായത് നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല, നിങ്ങൾക്ക് അച്ഛനിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല, കുട്ടിക്കാലത്ത് ഏതെങ്കിലും സെക്സ്വൽ അബ്യൂസ്, വോക്കൽ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കുണ്ട്. അച്ഛൻ എപ്പോഴും അടിക്കുകയാണ്, അമ്മ എപ്പോഴും വഴക്ക് പറയുകയാണ്, സഹോദരന്മാരെ എപ്പോഴും നിങ്ങളെ കുറ്റം പറയുകയാണ്, സ്കൂളിൽ പോകുന്ന സമയത്ത് അധ്യാപകർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഇത് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസ്മെൻറ്റോ നേടുകയാണ്. നിങ്ങൾ കുട്ടിക്കാലത്തുള്ള ആ ട്രോമ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത കാര്യമാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യം. അതായത് നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ച് വരിക എന്നുള്ളതാണ് സത്യം. ആ ഒരു ചേഞ്ച് നിങ്ങളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തേ മതിയാവും എന്നുള്ളതാണ്. ആ ഒരു ഇന്നർ ചൈൽഡ് സെൽഫ് ഹീലിംഗ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ നൽകുന്നത്. ആ ഒരു സെൽഫ് ഹീലിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ തന്നെ ഹീൽ ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും നമ്മളെ തന്നെ ഹീൽ ചെയ്യുന്നതാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പം ചക്രാസ് ഞാൻ എന്ത് ചെയ്യും, മെഡിറ്റേഷൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ സ്വയം ചെയ്യണം. ആ ഹീലിംഗ് നിങ്ങൾക്കൊരു പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യം. അടുത്താണ് റിലേഷൻഷിപ്പ് ഹീലിംഗ്. അതായത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളെ പങ്കാളി, നിങ്ങളെ മക്കളായിട്ടുള്ള ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അതായത് ഏത് റിലേഷൻഷിപ്പ് ഇങ്ങനെ എലമെൻറ്റ് മാസ്റ്ററിൽ നമ്മൾ ഈ മെഡിറ്റേഷൻസ് ഉൾപ്പെടുത്തും. ഈ ടോപ്പിക്സ് ഡിഫറെൻ്റ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഹീലിംഗ് ആണ്. ഹെൽത്ത് ഹീലിംഗ് എന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കില്ല. നമ്മൾ പ്രാണിക് ഫുഡ്സ് എന്താണെന്നും എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒരു ഹാബിറ്റ് ക്രിയേഷനാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്.
100 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ. ഇപ്പം 30 ദിവസത്തെ ക്ലാസ്സിൽ 30 വെറൈറ്റി ഓഫ് മെഡിറ്റേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൈനോറി മ്യൂസിക് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. എലൈൻമെൻറ്റ് മാസ്റ്ററി നമ്മൾ 5 to 6 ഈവനിങ് 8 to 9 ആയിട്ടുള്ള 2 ബാച്ചാണ് നമ്മൾ എടുക്കുന്നത്. 100 പേർക്ക് മാത്രമാണ് അവസരം. കൂടുതലായിട്ട് ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കില്ല. 100 പേർക്ക് മാത്രമാണ് അവസരം. ഇപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് കുറേ പേര് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് ഇന്ന് ഞായറാഴ്ചനെ കൊണ്ട് നാളെ പേയ്മെൻറ്റ് ചെയ്തവരെല്ലാം തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. 100 പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ ക്ലോസ് ആയിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, കാരണം കുറേ പേര് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല, നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ പറ്റില്ല. എന്നാൽ കുറച്ച് പേരാകുമ്പോൾ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഏതാണ്. ഇപ്പം ഇതിൽ പറയുന്നത്, ഇതിൽ ഓരോരുത്തരെയും നമ്മുടെ ക്ലാസ്സിൽ ക്യാമറ തുറന്ന് വെക്കുന്നതെല്ലാം തന്നെ അറിയാൻ സാധിക്കും. അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. അതാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. അന്നേരം ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്കെ. ഇപ്പം നമ്മൾ ഓഫർ പ്രൈസ് 3333 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് 1 മന്ത് ക്ലാസ്. ഇനി അടുത്ത മാസം ആ നേരം, അതായത് ചേഞ്ച് ആവും, റേറ്റ് 100% ചേഞ്ച് ആവും. നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്തോളൂ. പിന്നെ എലൈൻമെൻറ്റ് മാസ്റ്ററി ഇത്ര ദിവസത്തെ ക്ലാസ് എന്നല്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് നമ്മൾ ഓരോ ബാച്ചിലും ഓരോരോ ഇങ്ങനെ പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും ഞാൻ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യണം. അന്നേരം 3333 രൂപയാണ് ഇതുണ്ടാകുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ഇരട്ടിയും കാര്യങ്ങളാവും. അതൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 100% റിസൾട്ട് എനിക്ക് പറയാൻ പറ്റും. അതായത് കറക്റ്റായിട്ട് നിങ്ങൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, 3 മെഡിറ്റേഷൻസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 മെഡിറ്റേഷൻ നൽകും. അതും ചെയ്യണം. പിന്നെ കുറേ കാര്യങ്ങൾ, ഒരു ഹാബിറ്റ് ക്രിയേഷനാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അലൈൻമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്ന ഒരു മെഡിറ്റേഷൻ നമുക്ക് തുടങ്ങാം. അതിന് മുൻപായി ഒരു ടെക്നിക്ക് ജസ്റ്റ് മുന്നേ ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ എടുക്കാം. പേപ്പർ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാറേ. ഞാൻ മൂന്നാമത്തെ ബാച്ചാണ് ഞാൻ അലൈൻമെന്റ് മാസ്റ്റർ ഇപ്പൊ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കണേ. ഇനിയിപ്പോ ഇതിൽ ഞാനിപ്പോ അറ്റൻഡ് ചെയ്യണില്ല. ഇനി നെക്സ്റ്റ് മന്ത് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ റീജോയിൻ പ്രൈസ് ആയിരിക്കും സ്റ്റാർട്ടിംഗ് ഫീസ് തന്നെയാണോ? അത്ര തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. നേരെ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഒരു 4 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. 4x4 എന്ന് പറയുന്ന വലുപ്പത്തിൽ നിങ്ങൾ അതിനെ കട്ട് ചെയ്യുക. ഇപ്പം 4x4 എന്ന് പറഞ്ഞ സെൻറ്റിമീറ്ററിൽ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ ഇൻഫിനിറ്റ് സിമ്പിൾ, അതായത് 8 എന്ന് പറഞ്ഞ കാര്യം ക്രോസ് ചെയ്ത് വരയ്ക്കുക. ഞാൻ കാണിച്ചു പച്ച മഷി പെന്നുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഞാൻ ഇപ്പം ക്രോസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത് ഇൻഫിനിറ്റ് സിമ്പിൾ. അതിൽ നിങ്ങൾ ഡെയിലി വേണ്ട തുക എത്രയാണ്, ഡെയിലി നിങ്ങൾക്ക് വേണ്ടത് 1000 ആണോ 2000 ആണോ 3000 ആണോ എന്നുള്ളത് എഴുതി വെക്കുക. ഇതിൻ്റെ 2 ഇതിലും എഴുതി വെക്കുക, 2 ബോക്സിൽ. ഇപ്പം ഞാൻ എഴുതി വെച്ചതെന്ന് വെച്ചാൽ 10,000 എന്നാണ് എഴുതി വെച്ചത്. പണത്തിന് സിമ്പിൾ കൊടുക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ്, കണ്ടോ? നമ്മൾ 8 കിടത്തിയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻഫിനിറ്റ് സിമ്പിളിൻ്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ പണം നമുക്ക് ഇൻഫിനിറ്റായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഏകദേശം അത് അബൻഡൻസിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. 888 എന്നൊക്കെ പറയുന്ന നമ്പർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന അബൻഡൻസ് ആണ് നിങ്ങളിലേക്ക് വരുമ്പോൾ. എന്ത് ചെയ്യാം, നിങ്ങൾ ഇതേപോലെ തന്നെ ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സിൽ, അതായത് ത്രികോണാകൃതിയിൽ നിങ്ങളുടെ പേഴ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെപ്പോഴും വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഡെയിലി എന്ത് ചെയ്യുക,
രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇത് വായിക്കുക, എന്നിട്ട് അതൊന്ന് കണ്ണ് കടക്കുക. നമ്മളിപ്പം നൽകുന്ന മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ അതിലൊരു ഉമ്മ കൊടുത്തുകൊണ്ട് പേഴ്സിൽ വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഇതേപോലെ തന്നെ പച്ചമഷി കൊണ്ട് എഴുതിയിട്ട് ഡെയിലി രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിന് മുന്നേ, രാവിലെ തന്നെ ചെയ്യണമല്ല, ജോലിക്ക് പോകുന്നതിന് മുന്നേ, ഇപ്പം വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു കാര്യം, ഇപ്പം വീട്ടിൽ ജോലി ഇല്ലെങ്കിൽ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് ഇത് ഒന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, തുറക്കുക, എന്നിട്ട് മടക്കുക, ഇതേപോലെ ത്രികോണാകൃതിയിൽ മടക്കുക, എന്നിട്ട് പേഴ്സിലേക്ക് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നല്ലൊരു പവർഫുൾ ടെക്നിക്കാണ്, ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ഒരു മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഈ പേഴ്സിലേക്ക് പണം വരുന്നതും എല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിലേക്ക് പണം കൊണ്ടുവരും. ഇപ്പം ചില ആൾക്കാർ ചെയ്യാറില്ലേ, ഗ്രാമ്പു അങ്ങനത്തെ കാര്യങ്ങൾ ഇടുന്ന പോലെ തന്നെയാണ് ഈ ഒരു 4 എന്ന് പറയുന്നത് 8ൻ്റെ പകുതി, 4 സെൻറ്റിമീറ്റർ. 8 എവിഡൻസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകുതിയാണ് വെക്കുന്നത്. 4 സെൻറ്റിമീറ്റർ വലുപ്പത്തിലാണ് എഴുതി വെക്കേണ്ടത്. പൂർണ്ണ വിശ്വാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഡെയിലി നിങ്ങൾക്ക് എത്ര തുകയാണോ വേണ്ടത് നിങ്ങളുടെ പേഴ്സിലേക്ക്, അത് നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഹീലിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, നമ്മൾ അബൻഡൻസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ണ് അടക്കുക. കുബേരമുദ്രയിൽ കണ്ണടയോ കാര്യങ്ങളോ വാച്ചോ ഉണ്ടെങ്കിൽ അയച്ചു വെക്കുക. എല്ലാവരും കുബേരമുദ്ര പിടിക്കുക. ഇതാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും കുബേരമുദ്ര പിടിക്കുക, കണ്ണടച്ചിരിക്കുക. കുബേരമുദ്ര ഒന്നും കൂടെ കാണിക്കാമോ? ഇതാണ് കുബേരമുദ്ര. ഈ പേപ്പർ കയ്യിൽ പിടിക്കണോ? എന്താണ് കൈ പിടിക്കേണ്ട, പേഴ്സിൽ വെച്ചാൽ മതി. ഓക്കെ, എല്ലാവരും കണ്ണ് കിടക്കുക, നട്ടിൽ നിവർത്തിയിരിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസനിശ്വാസങ്ങളിലേക്ക് മാത്രം നൽകുക. മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളെയും നിരീക്ഷിക്കുക. മനസ്സിൽ പറയുക, എൻ്റെ മസിലുകളും എൻ്റെ എല്ലാ ഞരമ്പുകളും ശാന്തമാണ്. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ സമ്പാദിച്ച ഓരോ രൂപയ്ക്കും നന്ദി പറയുക. ഇന്ന് ആരെങ്കിലും നിങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ടോ? ഇന്നലെ നൽകിയിട്ടുണ്ടോ? അതിന് നന്ദി പറയുക. ആ വ്യക്തിക്ക്, ആ രൂപയ്ക്ക് നന്ദി പറയുക. ഞാൻ പണം ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുകയാണ്. നിങ്ങളിലേക്ക് നിരവധി വഴികളിലൂടെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ബിസിനസ്സിലൂടെ, ജോലിയിലൂടെ നിങ്ങൾക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. ആ പണത്തെ കാണുക. ആ പണത്തെ നിങ്ങൾ അനുഭവിക്കുക. പണം ഈ നിമിഷം നിങ്ങളുടെ കൈകളിലുണ്ട്. ആ പണത്തെ നിങ്ങൾ ആസ്വദിക്കുകയാണ്.
മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഒഴുകി വരികയാണ്. ഓരോ ദിവസവും ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളായി മാറുന്നു. അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളുള്ളത്. മനസ്സും ശരീരവും ആ ഒരു ആനന്ദം അനുഭവിക്കുക. ഈ നിമിഷം അത് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വലിയ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ലക്ഷങ്ങളാണോ കോടികളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. മുഖത്തും ശരീരത്തിലും ഓരോ കോശങ്ങളിലേക്കും അതിനെ ആനന്ദം നൽകുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്, പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. ഇത്രയും ഭാഗ്യം എന്നിലേക്ക് വന്നല്ലോ, അതിന് നന്ദി, നന്ദി, നന്ദി. സമ്പന്നതയ്ക്ക് ഞാൻ അർഹയാണ് അഥവാ അർഹനാണ്. പണത്തെ ഞാൻ അത്രയധികം ആസ്വദിക്കുന്നു. ഓരോ നിമിഷവും പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണം ഞാൻ പങ്കാളിക്കും എൻ്റെ മക്കൾക്കും നൽകുന്നു. അവരെല്ലാം അഭിമാനത്തോടെ എന്നെ നോക്കുന്നു. ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം നിങ്ങൾ അനുഭവിക്കുക. പണം ഉപയോഗിച്ച് നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ മേടിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾ വാങ്ങുകയാണ്. പ്രൈസ് ടാഗ് നോക്കാതെ നിങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ആ വീടിനെ കാണുക, അനുഭവിക്കുക. ഇത്രയും മനോഹരമായ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങളെ പേഴ്സിൽ എന്നും നല്ല തുകയുണ്ട്. പേഴ്സ് തുറക്കുമ്പോൾ അട്ടിക്കട്ടിക്കായി നിങ്ങൾ പണത്തെ കാണുന്നു. അഭിമാനത്തോടെ ആണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്സിനോടൊപ്പം മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നു. അതിലൂടെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആസ്വദിക്കുക, അതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ്. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ആ ഒരു അനുഭൂതി കൊണ്ടുവരിക. മനസ്സിൽ സ്വയം പറയുക, അതെ, ഞാൻ സമ്പന്നയാണ്, സമ്പന്നനാണ്. അതിനെ ആസ്വദിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ നിമിഷം സ്വന്തമാക്കിയിരിക്കുന്നു. അതെല്ലാം തന്നെ ദൈവികമായ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്. നന്ദി, നന്ദി, നന്ദി. ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുക. മുഖത്തും കണ്ണുകളിലും അതിനെ അനുഭവിക്കുക. മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരിക, അഭിമാനിക്കുക. കാരണം നിങ്ങളെ കയ്യിൽ അത്രയധികം തുകയുണ്ട്.
സന്തോഷത്തോടെ കൈകൾ പരസ്പരം ഉരസുക, കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ട് ഫീലിങ്സ്? എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാനിപ്പോൾ ലൈവിൽ മാഷിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് പറയും, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സുകളെക്കാളും കൂടുതൽ നിങ്ങൾ മെഡിറ്റേഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട്. കാരണം ബേസിക്കലി നമുക്ക് വേണ്ടത് ഹീലിംഗ് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ടൈപ്പ് മെഡിറ്റേഷൻ നൽകിയത് നമ്മൾ ഓരോ ചക്രാസിൻ്റെ മെഡിറ്റേഷൻസ്, സോൾ ലെവൽ ഹീലിംഗ് എല്ലാം തന്നെ നമ്മൾ ആ ഒരു എലൈൻമെന്റ് മാഷ് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ്. ഇപ്പം മറ്റു ക്ലാസ്സുകളിൽ എത്ര വ്യക്തികൾക്ക് ഇത്രയും ഇപ്പം ലോട്ടറി അടിച്ചിട്ടുണ്ട്, പലർക്കും അബുദാബി ബിഗ് ടിക്കറ്റ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്. ഇപ്പം ഉഷ മാഡം ഭർത്താവായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു, ഇപ്പം ഭയങ്കര സ്നേഹമാണ് ഭർത്താവിന്. അങ്ങനെ പല മിറാക്കിൾസും സംഭവിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഹീലിംഗ് ആണ്. അദ്ദേഹത്തെ മാറ്റിയെടുത്തു. നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്ക് മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ മാറാതെ നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി അത്രയും റിസൾട്ട് ഉണ്ടായ ക്ലാസ്സാണ്. ഒരിക്കലും ഇങ്ങനെ മറ്റൊരു വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് അല്ലാതെ ചില ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അതെന്തെങ്കിലും ഒരു പവറുള്ള കോഴ്സാണ് എന്നൊക്കെയുള്ളതാണ്. ഞാൻ എപ്പോഴും അത് പറയുന്ന സമയത്ത് എനിക്കൊരു ഒരു ഓർമ്മ ഒരു കോളുണ്ട്. ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ചു, അനിയൻ സാറിലെ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ചോദിച്ചു, സാറെ കോഴ്സ് തന്നെ സൂപ്പറാണ്. ഞാൻ ചോദിച്ചു താങ്ക് യു സോ മച്ച്, എന്തായിരുന്നു ചോദിച്ചു. അല്ല എൻ്റെ ഭർത്താവ് ചെയ്തിട്ട് ഇപ്പം വേറൊരു സ്ത്രീയായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞു. അവരാഗ്രഹിച്ചു, പക്ഷേ ഇപ്പോഴാണ് റെഡി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അന്നേരം പുള്ളിക്കാരി സംസാരിച്ചു തരാം. കുറേ പ്രോബ്ലംസ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. ഭർത്താവിൽ അഡിക്റ്റഡ് ആയിരുന്നു. അങ്ങനെ കുറേ പ്രശ്നം. കാരണം ഭർത്താവ് എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാനും ചെയ്യുന്നു കോഴ്സിലേന്ന്. അദ്ദേഹം അതിൽ ജോയിൻ ചെയ്തു. അതിലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിലെ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് കാര്യങ്ങൾ നോക്കി, അദ്ദേഹത്തെ ഹീൽ ചെയ്തു. പിന്നെ പുള്ളിക്കാരി സൗന്ദര്യം കൂടി, എല്ലാ കാര്യങ്ങളും ചേഞ്ചായി. പോയ ഭർത്താവ് തിരികെ അതേപോലെ ഭയങ്കര സ്നേഹത്തിൽ വന്നു. അതെല്ലാം ശരിക്കും ഒരു വ്യക്തിയെ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പവർ ഉണ്ടായി ഞാൻ എൻ്റെ വീടിന് മുന്നിൽ ക്യൂ നിർത്തിയിട്ടുണ്ടാവും ലേഡീസിനാന്ന് പറഞ്ഞു. ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് നമ്മളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ എലൈൻമെന്റ് മാത്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ആവട്ടെ, പണത്തിന്റെ കാര്യത്തിലാവട്ടെ, എല്ലാത്തിലും മാറ്റം വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അന്നേരം ആ ഒരു ഹീലിംഗ് ആണ് ഈ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്നത്. നീ 11-ാം തീയതി, എല്ലാ മാസവും 11-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, നിർബന്ധിക്കുന്നില്ല. നല്ല മാറ്റം ആഗ്രഹിക്കുന്നവർ, കുറേ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നല്ല മാറ്റം, വലിയ എന്തെങ്കിലും കാര്യം നേടണം, നല്ല ഇതിങ്ങനെ പോയാൽ പോരാന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും സന്തോഷം. ഇനി അടുത്ത ദിവസമോ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അല്ല എന്നെ മാത്രം ഒഴിവാക്കാം. ഇല്ല എന്തായാലും കൂടെ ഉണ്ടായിക്കോളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി. താങ്ക് യു എല്ലാവർക്കും. പിന്നെ എന്തെങ്കിലും നമ്മൾ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ്, നിങ്ങളെ പ്രൊഡക്റ്റ് കാര്യങ്ങളിൽ നമ്മൾ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്തതിൻ്റെ ആഴ്ചയോ നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു രൂപ പോലും ഞാൻ മേടിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആവട്ടെ, എന്തോ ആവട്ടെ, അത് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ 75,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് സ്വതവേ അത് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ മുതൽ 10,000 രൂപ മുതൽ നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ 1 രൂപ പോലും മേടിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്വതവേ എനിക്കത് ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന വെച്ചാൽ വ്യൂസോ കാര്യങ്ങളോ കിട്ടും. പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിയിൽ നമുക്ക് അത് തിരികെ വന്നോളൂ സപ്പോർട്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പെറ്റിന്റെ ചാനലാണ്, അത് അങ്ങനെ പറയാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് തുറക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാഫ് സ്റ്റാറ്റസ് ആക്കി വെക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അന്നേരം പറഞ്ഞു. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളൊരു നല്ലൊരു മാനിഫെസ്റ്റർ അയക്കണം എന്നുള്ള മാത്രമേ കണ്ടീഷൻ. നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്റർ അയക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശുഭരാത്രി.